മധുര സ്വപ്പ കുറവുണ്ടാ കുറവാ ഇത്രയും കുടിച്ചാ മതി. ഞാൻ ഇട്ടരൂല്ല, അമ്മയാണ് ഇട്ടരൂല്ല. വേണ്ട ഷുഗർ കൂടി കിടക്കല്ലേ. എത്ര ചായ കുടിക്കും ഒരു ദിവസം? ഓരോ ഗ്ലാസ്സിനും ഓരോ സ്പൂൺ വെച്ച് ഇട്ടാ തന്നെ ഒരു ദിവസം എത്ര ഉള്ളി പോകുന്നറിയോ പഞ്ചസാര? ചത്തുവോ മനുഷ്യ? ശരി ശരി ഇത് മതി ഇത് മതി. പക്ഷെ ഈ പെണ്ണ് എവിടെ പോയി കിടക്കണു? റിങ്കി എണിച്ചില്ലേ? അവൾ എണിച്ച്, 2 എണിച്ച്. ഞാൻ 2 അടുത്തൊരു പണി ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. വീടിന്റെ മുറ്റമൊക്കെ പുല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പറിച്ചെടുക്കാനായിട്ട്. പറയേണ്ട താമസം പിങ്കി മുങ്ങി. ഞാൻ കണ്ട് രാമന്റെ കൂടെ പോണുണ്ടോ? എന്തെങ്കിലും ഒരു പണി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും എത്ര വിദഗ്ധമായി രക്ഷപ്പെടാം എന്നുള്ളത് എന്റെ മോളെ കണ്ടുപിടിക്കണം. അതിബുദ്ധിയാണ് ആ കാര്യത്തിൽ. എല്ലാ കാര്യത്തിനും നല്ല കാര്യത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാലേ നന്നായി പോവില്ല, അതുകൊണ്ട് ഉപയോഗിക്കൂല. നന്നായി പോകുന്നു. നിങ്ങളുടെ കാര്യം തന്നെ പറഞ്ഞോണ്ടിരുന്നേ, 2 മക്കളുടെയും കാര്യം. ഞങ്ങളുടെ എന്ത് കാര്യം? പണി പറഞ്ഞിട്ട് ചെയ്താ? ഓ മറ്റേ പുല്ല് പറിക്കാനല്ലേ? ചെയ്താ? അവളില്ലല്ലോ, അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണ ശരിയല്ലല്ലോ. മൊത്തം നിന്റെ അടുത്തല്ലല്ലോ ചെയ്യാൻ പറഞ്ഞ. അവള് പകുതി നീ പകുതി എന്നല്ലേ, അപ്പൊ നിന്റെ പകുതി നീ ഫിനിഷ് ചെയ്യ്. അത് വേണ്ട, അവസാനം അവള് വന്നിട്ട് അമ്മ എന്ത് പറയുന്നറിയോ? നിങ്ങൾ രണ്ടുപേരും പാതി പാതി ചെയ്യാം. അപ്പൊ കൂടുതൽ പണി ആരായിരിക്കും എടുക്കുന്നത്? ഞാൻ. അപ്പൊ അവള് എന്ത് പറയാം മാമ? മക്കളെ, ഇവരെ കൊണ്ട് പുല്ല് പറിക്കുന്ന കാര്യമൊന്നും നടക്കൂല. ഞാൻ ഒരു കാര്യം പറയാം. മറ്റേ ആ കണ്ണാപ്പി പയ്യനില്ലേ, അവനെ വിളിച്ച് പള്ളിയിൽ നിന്ന് കൊടുത്താൽ മതി, പുല്ല് പറിച്ചു. മോശമല്ലേ മാമ അവനെ കൊണ്ട് പുല്ല് പറിക്കാൻ പറയണത്? അത് മോശമൊന്നുമില്ല, അൻ്റെതും കൊടുക്കണ അത്രയേ ഉള്ളൂ. നല്ല ഐഡിയ ആണ് അമ്മ, അത് മതി. പോക്കറ്റ് മണി കിട്ടുന്ന ചെക്കൻ ചെയ്യുമായിരിക്കും. പിന്നെ നിന്നെയൊക്കെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലാത്തോണ്ട് എനിക്ക് അവസാനം ആ ചെക്കൻ്റെ അടുത്ത് പറയേണ്ടി വരുന്നത്. അവന്റെ നമ്പരുണ്ടോ? ഇല്ല, എൻ്റെ ഇല്ല, പിങ്കിരയിലുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, പിങ്കിയെ വിളിച്ചോ, പറ കണ്ണാപ്പി ഇവിടെ വരാൻ പറ. ഹലോ പിങ്കി, ഞാൻ എന്റെ വീട്ടിൽ എത്തി. നീ എവിടെ? അതെന്തോന്ന് പിങ്കി, നീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ പിങ്കി ഞാൻ വന്നത്? ശരി, ഞാൻ വയ്ക്കണം. നീ എന്താടാ ഈ വീട്ടിൽ കാര്യം? ഞാൻ പിങ്കി അറിഞ്ഞിട്ട് വന്നേ. ആരെ? പിങ്കി. അതിന് പിങ്കി വീടില്ലല്ലോ. അവളിവിടെ എന്തൊരു ജോലി ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് വന്നേ. നിന്റെ അടുത്ത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായിട്ട് ഈ വീട്ടിൽ കയറി വരരുത്. എടാ, 2 പെൺപിള്ളേരുള്ള വീടായത് പറഞ്ഞിട്ടുണ്ടോ നിന്റെ അടുത്ത്? ഞാൻ അനാവശ്യമായിട്ട് വന്നില്ല, പിങ്കി അറിഞ്ഞിട്ടുണ്ട്. എന്തിന്? ജോലി എന്തോ ആണ്ടേ കാരണക്കുറ്റി നോക്കിയാൽ അഴിയടിച്ചാല് നീ നിലത്ത് കിടക്കും. കണ്ടോടാ, നിങ്ങളെന്തൊരു അടിമാലി ഫാമിലിയാ? ആ ചാപ്പാട് രാമൻ എന്നെ കണ്ടെത്തി തന്നെ എപ്പ കണ്ടാലും അടിക്കണ. ഇപ്പൊ ഓരോ മാരണങ്ങൾ കയറി വന്നിരിക്കണം. എന്തോന്ന് മാരണങ്ങള് വന്നിരിക്കണം? കേറി വന്നേക്കുന്നു. അയ്യോ, ചവിട്ടി കൊന്നുകളയും നിന്നെ ഞാൻ പറഞ്ഞു കേട്ടില്ല. മാരണങ്ങളോടാ എന്റെ വീട്ടിൽ വന്ന് എന്നെ മാരണമെന്ന് വിളിക്കുന്നു. ഇതേക്കടാ ചവിട്ടി ഞാൻ. ഇതേക്കടാ എഴുന്നേക്കാൻ. വേലയൊന്നും കാണിക്കണ്ട, എഴുന്നേക്ക്. എടാ, നേരത്തെ ഇതുപോലെ ബോധം കെട്ട് കിടന്നിട്ട് നീ ഓടിപ്പോയ കഥയൊക്കെ എനിക്കറിയാം. എന്റെ മുമ്പിലാ നീ ആ വേല കാണിച്ചത്. എഴുന്നേക്കാൻ ഞാൻ 5 വരെ എണ്ണും. അതിനെ എഴുന്നേക്കാൻ 1, 2, 3, 4, 5. ജയിലാവൂ.
മോനെ മക്കളെ ഇങ്ങോട്ട് നോക്കിയ മക്കളെ ഇതാ നീ ഓ എന്തായി? അവളെ വിളിച്ച് അവളെടുത്ത്, പക്ഷെ അവനെ വിളിച്ചു നോക്കിയപ്പോ കിട്ടണില്ല. അയ്യോ, അത് തന്നെ അവനെ കാണാത്തത്. എന്തിനായി ഇത് ഇന്നായിട്ട് ഊരി എടുക്കോ? ഊരെ എടുക്കില്ല, അത് തുരുമ്പ് കയറിപ്പോയി. എന്താടാ എന്തോ അമ്മ? എന്ത് ഒരുമാതിരി പേരത്ത് കുളിച്ചിരിക്കുന്ന എന്ത് കാര്യം പറ. ഒരബദ്ധം പറ്റി മാമ. അവത്തോ? നിനക്ക് അവത്തല്ലേ പറ്റാറുള്ളൂ. പറ കാര്യം പറ. ഞാന് കടയിൽ വരെ പോയായിരുന്നു. അപ്പൊ കടയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ ബാലൻസ് വാങ്ങിക്കാൻ വിട്ടുപോയി. എത്ര രൂപയുണ്ട്? 1 രൂപയാ? 17. 17? അതൊക്കെ നാളെ വാങ്ങിക്കാണ്ടിരുന്നു. ഇതിനാണോ മാമ ഓടി പഠിച്ചു വന്നത്? നോക്ക് വേർത്ത് കുളിച്ച്. അത് ഞാന് വരുന്ന വഴി ഇച്ചിരി എക്സസൈസ് ചെയ്തായിരുന്നു. ഓഹോ, അത് നന്നായി. വയറ് പറയും. നീ എന്തിനാ ഈ അനാവശ്യ സ്ഥലത്തൊക്കെ ഇരിക്കുന്നത്? അല്ല പിന്നെ മാമനെ ഭയങ്കര ദാഹം, ഇച്ചിരി വെള്ളം എടുത്തുണ്ടോ പെട്ടെന്ന്? എടുത്തുകൂടെ. ഇപ്പൊ കൊണ്ടുവരാം. അത് മാമ ഞാനൊരു കള്ളം പറഞ്ഞതാ. എനിക്ക് മനസ്സിലാക്കി. അവിടെ ഇരുന്നുകൊണ്ട് കള്ളത്തിനാ പറഞ്ഞത്. പറ. ഞാനൊരുത്തനെ തട്ടി. ആരെയാടാ? അതായത് ഇവിടെ വരുന്ന ഒരു ചെറുക്കനില്ലയോ, എന്തോ അത് കണ്ടാപ്പിയോ? കണ്ണാപ്പി. അവനിങ്ങനെ വീട്ടിലോട്ട് കയറി വരാൻ നേരം എന്തിനാടാ വന്നതെന്ന് ചോദിച്ചു. അവനൊരു ധിക്കാരം പറഞ്ഞ് ഞാൻ കൈ നൂത്ത് അവന്റെ കർണക്കുറ്റിക്കൊണ്ട് കൊടുത്തു. അവൻ താഴെ പറഞ്ഞു വീണ്. ഞാൻ നോക്കിയപ്പോ ബോധവും പോയി, ശ്വാസവും കിട്ടില്ല. മഹാഭാവി ചത്തടാ. ചത്തുപോയെന്നാ തോന്നുന്നു. നീ എന്തിന് അവിടെ ഉണ്ടാ? ഞാൻ പിന്നെ കുറച്ച് ഓലമടല് അവന്റെ പുറത്തിട്ട് മറച്ചിട്ടുണ്ട്. അയ്യോ, ഇത് എന്തിന് കാണിച്ചത്? ഒന്നും പറയാ. എനിക്ക് ഭൂരി വിവരമില്ല. എന്തിന് കൈ കിട്ടിയ ഉടനാടി എനിക്ക് വയ്യ. ഇനിയിപ്പൊ എന്തിനാകുമോ? എന്തോ ചെയ്യാനാ? എന്തിനായി? മാമൻ എന്നെ രക്ഷിക്കണം. ഞാൻ എന്തിനു കഴിയേ? അല്ല ഇതിപ്പോ നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റണ്ടായോ മാമ? മാറ്റണോടാ. മാമനൊരു മാർഗം പറഞ്ഞാ. ഞാൻ എന്തൊരു മാർഗം പറഞ്ഞുതരാടാ? ആവശ്യമില്ലാതെ ഓരോ പ്രവൃത്തിയും ചെയ്ത് വെച്ചിട്ട് ഇതിപ്പോ കൊലക്കുറ്റം ആവുമോ? പിന്നെ 14 വർഷമൊക്കെ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാ എനിക്ക് ആലോചിക്കാൻ പറ്റും. ഞാൻ ആത്മഹത്യ ചെയ്യും. നീ ആവശ്യപ്പെട്ടൊന്നും ചെയ്യണ്ടേ? അതെ, ഒരു ഐഡിയ എന്റെ കയ്യിലുണ്ട് മാമ. എന്താണ് ഐഡിയ? മാമൻ എന്റെ കൂടെ നിൽക്കുവോ? ഞാൻ നിൽക്കാം. പക്ഷെ എന്തെങ്കിലും ആപത്ത് വന്ന എന്റെ പേര് നീ പറയോ? പറയത്തില്ല. പറയില്ലല്ലേ? ഞാൻ മാമനെ ഊരിത്തരാം. ഊരിത്തരുമല്ലോ. സത്യമായിട്ട് ഊരിത്തരാം. ശരി. മാമന്റെ കൂടെ നിൽക്കണം. ഞാൻ നിൽക്കാം. പക്ഷെ നീ ചെയ്യണം. ഇങ്ങനെ വന്നാൽ വന്നാ ചെയ്യാം. ശരി, നീ പറ. അതെ, നമുക്കവനെ ഒരു ചാക്കി കയറ്റാം. രാത്രിയാകുമ്പോ നമുക്ക് ഏതെങ്കിലും പുഴയെ കൊണ്ടുവന്ന് കല്ല് കെട്ടി താഴ്ത്താം. അത് നല്ല ഐഡിയ. കൂടെ നിൽക്കുവോ? കൂടെ നിൽക്കാം. പക്ഷെ എന്തെങ്കിലും വന്നാ നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നോ? എന്താ ഇവിടെ നനക്കല്ലായിരുന്നല്ലോ? എന്താ പരിപാടി ഇവിടെ? ഒന്നുമില്ല. നമ്മള് സൂര്യപ്രകാശം കിട്ടുന്നില്ല ഈ ചെടിക്ക്.
അതുകൊണ്ട് അതിന്റെ അടുത്ത് മാറ്റി വെച്ചിരുന്നവൾ നോക്കേ. ആ അന്ന് നമുക്ക് ആ ചെക്കൻ വരുമ്പോഴേക്കും മാറ്റി. അവൻ ഇത്രയും നേരമായിട്ട് കണ്ടില്ലെന്നേ. ആര്? ആ കണ്ണാപ്പി വരാന്ന് പറഞ്ഞല്ലേ. അവൻ എവിടെങ്കിലും അടിച്ച് ഫിറ്റായി കിടക്കുകയായിരിക്കും. ഇവിടുന്ന് നല്ല ചെറുക്കനാണ്. അവൻ അങ്ങനെയൊന്നും ചെയ്യും. അങ്ങനെയും ചെയ്യില്ല. അവൻ വരും, പരിപാടി വരും. അവൻ വരും, വരും എന്ന് പറഞ്ഞാൽ വന്നിരിക്കും. നിങ്ങൾ വെറുതെ ഇവിടുന്ന് വെയിൽ ഓ ഇതിപ്പോ കാറ്റുമൊക്കെ കൊണ്ട് ഇതിന് കാറ്റ് കൊള്ളണമല്ലോ ചെടിക്ക്. അങ്ങനെ നിക്കുക. വേറെ മക്കള് ഞങ്ങൾ ഇതാ വരണം, ഇതാ വരണം. ഓ ചാക്ക് എവിടെ കിടക്കുന്നു? ചാക്ക് എനിക്കെങ്ങനെ അറിയാം? അവിടെ എവിടെയെങ്കിലും കാണും. കേറി വാ. ഒരു കുറ്റം ചെയ്യുമ്പോ രണ്ടുപേരും ഒരുമിച്ച് വേണം. നോക്ക് ചാക്ക് നോക്ക്. ചാക്ക് എവിടാ? എനിക്കെങ്ങനെ അറിയാം? ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ട് മാമൻ അറിഞ്ഞൂടെ ചാക്ക് എവിടെ ആയിരുന്നു നോക്കാറില്ല. എന്തോന്ന് മാമ? മാമനെ കയറി മാമാന്നാന്നോടി വിളിക്കുന്നു. മാമനെ കയറി പിന്നെ മാമ എന്നല്ലാതെ വേറെ എന്തോന്ന് വിളിക്കണം? പേടിപ്പിച്ചു കളഞ്ഞു. എന്തോന്ന് മാമ? മാമ നേരത്തെ വെള്ളം ചോദിച്ചില്ലേ? വെള്ളം ആര് ചോദിച്ചു? മാമൻ. ഞാനപ്പ ചോദിച്ചു. വർഷാപ്പിൽ ഇരുന്ന് ചോദിച്ചില്ലടാ. വർഷോപ്പിൽ ഇരുന്നപ്പോ ചോദിച്ചില്ലേ വെള്ളം? ഓ വർഷാപ്പിൽ ഇരുന്നപ്പോ വെള്ളം ചോദിച്ചാ? ആ എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും എവിടെ പോയിരുന്നു? എവിടെ പോയിരുന്നു? ഞങ്ങൾ ഒരിടത്തും പോയില്ല. ഒരിടത്തും പോയില്ല. പിന്നെ ഒരിടത്തും പോവാതെ ഞാൻ വെള്ളം കൊണ്ടുവന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോ കണ്ടില്ലല്ലോ. കണ്ടില്ലല്ലോ. നമ്മൾ ഇപ്പോഴും ഇങ്ങോട്ട് കയറിയല്ലേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങോട്ട് കയറിയതേ ഉള്ളു. എടി വെള്ളം എന്നിട്ട് തരാൻ എന്താ? വെള്ളം ഞാൻ അടുക്കള കൊണ്ട് വെച്ച് കാണാത്തോണ്ട്. അതെന്തിനാ? എന്നാ വെള്ളം എടുത്തോണ്ട് പോവാ. ആ ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. കൊല എന്തോന്ന്? ഒന്നുമില്ല. എന്തു പറ്റി ഇവിടെ നിക്കുന്നേ? ചാക്ക്. ചാക്കോ? ചാക്കെന്തിനാ? കന്ന്. പശു, പോത്ത് അങ്ങനത്തെ കന്നോ? ഏകദേശം പോത്തുപോലെ ഇരിക്കും. ഇവര് തലയ്ക്ക് തോൻ നോക്ക്. കുറച്ച് വാഴക്കന്ന് വാങ്ങിച്ചുള്ള പരിപാടിയാണ്. അതിന് ചാക്കെന്തിന്? അത് ഒരെണ്ണമല്ല വാങ്ങിക്കുന്നത്. ഒരു 10-25 വാഴക്കന്ന് വാങ്ങിച്ചേന്. ചാക്ക് അതിന് വേണ്ടിട്ടായിരുന്നല്ലേ ചാക്ക്? ആ ചാക്ക് ഞാൻ എടുത്തുതരാം. കുടി മാമ ഷു പതുക്കെ. ഈ ചാക്ക് മതിയോ? ചാക്ക് എന്തിന്? കന്ന് വാഴക്കന്ന് വാങ്ങിക്കാം. വാഴക്ക ഇത് കുറച്ച് പുറത്ത് കിടക്കും. തല പുറത്ത് കിടക്കും. എന്തൊരു തല? ആവശ്യമല്ല. വാഴയുടെ തല. അതെന്താ പുറത്തു പറഞ്ഞ എന്താ പ്രശ്നം? വാഴരെ ഇത് വലിയ ചാക്കാ. അതിന്റെ ആവശ്യമുള്ളൂ. അത് മതി. ഇത് മതി. അല്ല ഇപ്പം വാങ്ങിക്കാൻ പോണോ വാഴക്കന്ന്? വാഴക്കന്ന് വാങ്ങിക്കാൻ പോകുന്നു. നീ എന്റെ പറഞ്ഞ് വാഴക്കന്ന് വാങ്ങിക്കണമെന്ന്. ആ പിന്നെ നീ എന്റെ അടുത്ത് വായിച്ചാ? എപ്പോ പോവാ നിങ്ങള്? അത് പിന്നെ രാത്രിയില്. രാത്രിയിൽ ഇവിടെ കട ഇരിക്കുന്നു മാമ. രാത്രിയിൽ ഇവിടെ കടയിരിക്കുന്നു മാമ. രാത്രിയാ പോണത്. വെളുപ്പിനെ പോവില്ലേ? വെളുപ്പിനെ പോകും ഞങ്ങള്. വെളുപ്പിന് പോവാ. ഇപ്പഴേ എന്തിനു ചാക്ക്? ഇപ്പഴേ എന്തിനാ ചാക്ക്? ആ സമയത്ത് ചാക്കും തപ്പി നമുക്ക് നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റുമോ? ഓ മറന്നു പോവാതിരിക്കാൻ വേണ്ടി ഇപ്പഴേ മേടിച്ച് വെച്ചേക്കുന്നു. അത് തന്നെ. കൊല. ആ ഈ വാഴക്കന്നൊക്കെ വന്ന് കൊലയാവാൻ കുറെ കാലം എടുക്കും. ഇവൻ വാഴക്കന്ന് മാറ്റില്ലാലും അവന് കൊല എന്നുള്ള ചിന്ത. കർഷകനാണെങ്കിൽ ഇത്തിരി ക്ഷമയൊക്കെ വേണം. കുറച്ച് കാലം എടുക്കും ചേട്ടാ. ആദ്യം അത് വാങ്ങിച്ച് നടാൻ നോക്ക്. എന്നിട്ടല്ലേ കൊലയുടെ കാര്യം നോക്കേണ്ടത്. മാറ് മാമ. മതിയല്ലേ വെള്ളം? മതി. മാമോ എന്താ ഞാൻ ബുദ്ധിപൂർവ്വം സംസാരിച്ചോണ്ടാ രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ്. അതുകൊണ്ടാ. മാമോ ഇതാരെങ്കിലും കാണുന്നുണ്ടോ മാമ? കാണുന്നുണ്ടടാ. ആര്? ദൈവം. മാമ ആ കാലയിലും തൊട്ടെ. എന്തിനാ? ജീവനുണ്ടോന്നറിയാനാ. ഇല്ലടാ. പെട്ട് മാമനും പെട്ട്. നേരത്തെ ഈ ബോഡിയിലെ എന്റെ കൈയടയാളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ മാമന്റെ കൈയടയാളം ഉണ്ട്. മഹാഭാവി. ഇനിയിപ്പൊ കേസ് വരുന്ന നമുക്ക് രണ്ടുപേർക്കൂടാ. താണ്ടെ ഇനി ഈ ബോഡി ഒളിപ്പിക്കേണ്ട ചുമതല മാമനും കൂടാ. ചാക്കിക്കെറ്റ് ആ ഭാഗത്ത് കാലേന്ന് തുടങ്ങാം.
നീ ചാക്കിക്കാവും നടക്കിക്കാം. അവിടുന്ന് കയറ്റിയോ, അവിടുന്ന് കയറ്റ. വലിച്ചു കയറ്റി അവിടെ നിന്ന് പൊക്ക്, കാല് പൊക്ക്. വരട്ടെ വരട്ടെ വരട്ടെ. அப்படி ஐயோ 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 அப்படி ஐயோ 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 ശ്വാസം മുട്ടണ്ട. ശ്വാസം മുട്ടുന്നു എന്താ ശ്വാസം മുട്ടണം. ശ്വാസം മുട്ടുന്നു. എന്റെ ഭഗവാനെ, ഒരു യാക്കൂടെ എടുക്കേണ്ടി വരുമോ? ഇങ്ങനെ ഇരുന്ന ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല മാമാ. രാത്രിയാകുമ്പോ കൊണ്ട് കളയാം. എങ്ങനെ കൊണ്ടുപോകും? എങ്ങനെ കൊണ്ടുപോകും? ഒരു കാര്യം ചെയ്, ചുമന്നു കൊണ്ടുപോകും. അല്ല മാമ, ഇത് അടുത്ത് തന്നെയാണോ പുഴ? വലിയ ദൂരമൊന്നും ഇല്ല. ആണോ? എന്നാ പിന്നെ ഞാൻ ചുമന്നോളാം. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട്. 4 കിലോമീറ്ററോ? എന്നെ കൊണ്ട് പറ്റത്തില്ല. യവനൊരു 10-250 കിലോ വെയിറ്റ് ഉണ്ട്. അല്ലേ മാമ, നമ്മള് രാത്രി ഈ ചാക്കും ചുമന്നുകൊണ്ട് പോകുമ്പം നാട്ടുകാരെ ഇതെന്താന്ന് ചോദിച്ചാ എന്തോ പറയും? വാഴക്കൊല എന്ന് പറഞ്ഞാൽ അല്ല, രാത്രി വാഴക്കൊലയും വെട്ടി എങ്ങോട്ട് പോന്ന് ചോദിച്ചാലോ? പുളിയെ തിന്നാന്ന് പറ. ഒഴുങ്ങി തിന്ന. വാഴക്കൊല വാങ്ങണ കാര്യം, വാഴക്കൊലയല്ലല്ലോ വാഴക്കന്ന് വാങ്ങിക്കണ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ അതിനെ പുഴുങ്ങി തിന്നണത് വരെ എത്തിച്ചാ കൊള്ളാം. പെങ്ങളെ, ചാക്ക് എന്തുവാ ചേട്ടൻ പറയണേ? പുറത്തെ ബെഞ്ചിലേ ഒരു ഫോൺ ഇരിക്കുന്നുണ്ട്. ഫോണോ? ഇതാരെ ഫോണ്? എവിടാ? നമ്മുടെ ആ ബെഞ്ചല്ലാന്നോ? ആ ബെഞ്ചേല്. ഏതെങ്കിലും വഴിപോക്കന്റെ ആയിരിക്കും. അതെങ്ങനെ? അയ്യോ, ഇതില് പിങ്കി വിളിക്കുന്നത്. പിങ്കിയോ? അതാരെ ഫോണപ്പോ? പിങ്കി വിളിക്കരുത്. ഹലോ, കണ്ണാപ്പിയുടെ ഫോണാ? അവന്റെ ഫോണാ? അവൻ വന്നില്ലല്ലോ. ശരി ശരി. അവളെന്താ പറഞ്ഞേ? കണ്ണാപ്പി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളെയാ? ഇവിടെ എത്തിന്ന്. അപ്പൊ ഇവിടെ എത്തിയിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഇവിടെ വന്നിട്ട് നമ്മളെ കണ്ടില്ലല്ലോ. പക്ഷെ അവന്റെ ഫോൺ ഇവിടെ ഇരിക്കല്ലേ. എനിക്ക് തോന്നുന്നേ ഇവിടെ വെച്ചിട്ട് അവൻ പുറത്തോട്ടെല്ലാം പോയി കാണാൻ വരും. ആയിരിക്കും. അങ്ങനെ കൊല. എന്തുവാ നിങ്ങൾ കുറെ നേരമായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്? മണിക്കൂർ ചേട്ടാ, റിലേ വല്ലതും പോയോ? മണിക്കൂർ ചേട്ടാ, ഇങ്ങോട്ട് നോക്കിയേ. എന്താ പറ്റിയേ? എന്തോ പറ്റിയിട്ടുണ്ട്. എന്താ പ്രശ്നം പറ. എനിക്കെന്തോ പറ്റാനാ? എന്തോന്ന്? ഒരു ബന്ധം എനിക്കൊന്നും പറ്റിയില്ല. എന്തൊക്കെയോ എനിക്കൊന്നും പറ്റിയില്ല, ചാക്ക് കൊല എന്നൊക്കെ പറഞ്ഞോണ്ടേയിരിക്കും. ഓ, കൃഷിയുടെ ആയിരിക്കും അല്ലേ? ഓ, ഇനിയിപ്പം മറ്റേ ഭാര്യയെ കാണാത്തന്റെ വിഷം വല്ലതാണെങ്കിലോ? അങ്ങനെ ചിലപ്പോ എന്തേ, ശ്രീക്കുനെ കാണാത്തിന്റെ വിഷമാണോ? കൊല. ഈ കൊല വിടടേ. അതെന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും. നീ അടുക്കളയിലോട്ട് വാ, കുറെ പണിയുണ്ട്. ഓ, ശ്രീക്കുനെ കാണാത്തോണ്ട് വിഷമം റിലേ ഔട്ടായി കിടക്കണം. ഇവിടെ ഒരു പെങ്ങളുണ്ടെന്ന് വല്ല ചിന്തയുണ്ടാ? ചാക്ക്. നീ പോ മക്കളെ. അവ ഇരുന്ന് വറ്റത്തനങ്ങൾ വിളിച്ചു പറയും. എന്താടാ? നിന്നോട് വരാനല്ലേ ഞാൻ പറഞ്ഞത്? കുറെ പണിയുള്ളവരല്ലേ വിളിച്ചത്. ഓ, വരാം വർത്താനം പറഞ്ഞോണ്ടേ ഇരിക്കുന്നു. ഫോണ്. ആ ഫോൺ അവിടെ ഇരിക്കട്ടെ, അവൻ വേണമെങ്കിൽ വന്ന് എടുത്തിട്ട്. ഒരു കാര്യം ചെയ്യ്, ഈ വേസ്റ്റ് ഒന്ന് കളഞ്ഞേ. വേസ്റ്റ് വെള്ളം കൊണ്ട് കളയണം. അങ്ങോട്ട് വരണം കേട്ടാ, കളഞ്ഞിട്ട്. വേറെ പണിയുണ്ട്. എവിടെ കൊണ്ട് ബാക്കിൽ എവിടെയെങ്കിലും കൊണ്ട് കളാം. മജിസ്ട്രേറ്റ് കോടതി. എന്ത് ബുദ്ധിയാണോ? കറക്റ്റ് പണിയെടുക്കാൻ സമയത്ത് മുങ്ങിക്കോളും. ഇനി ഞാനും എവിടെയെങ്കിലും ഇറങ്ങിപ്പോകും. എല്ലാ പണിയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. ഇത് കഷ്ടമാണോ നോക്ക്. ചാക്കനങ്ങള്. അയ്യോ അമ്മേ, 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 അയ്യോ ഓടി വാ. അയ്യോ, എന്തോ നീനകത്ത്? അമ്മ, പെട്ടെന്നാവും. അമ്മ, അയ്യോ മാമ ഇങ്ങോട്ട് വാ. ആ ചാക്കനങ്ങള്. എന്തുവാടി?
ചാക്കാരങ്ങൾ എന്താ ഇല്ലാത്ത? ചേട്ടാ എന്തോ ഇത്? നോക്കട്ടെ നോക്കട്ടെ. എന്തുവാടി ഇത്? എന്തോ എനിക്ക് അറിഞ്ഞൂടാ. ചേട്ടാ സൂക്ഷിച്ച്. അയ്യോ ഇങ്ങനെ തല്ലല്ലേ മാമ, ഇങ്ങനെ തല്ലല്ലേ. എഴുന്നേക്ക്. തല്ലത്തില്ല തല്ലത്തില്ല. പിന്നെ ഇങ്ങനെ ചാക്കിനകത്ത് കയറി. പതുക്കെ 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 പതുക്കെ. കണ്ണാപ്പി, നീ എങ്ങനെയാ ഇതിന്റെ അകത്ത്? ഊര്. തല്ലല്ലേ മാമ. ഇല്ലടാ ധൈര്യം. നീ സത്യം പറഞ്ഞ എന്നെ രക്ഷിച്ചതാ. ഞാൻ കരുതി സെൻട്രയിൽ പോവന്ന്. എന്ത് പറ്റി? ഊര് കാല് മാറ്റ. സൂക്ഷിച്ച്. പതുക്കെ. എടുത്തെടുത്ത് കാലെടുക്കും. മോന് ക്ഷീണമുണ്ടോ കണ്ണാപ്പി? ഉണ്ട് മാമ. അയ്യോ പാവം. എന്തു പറ്റിയതാണിത്? ഇവനെങ്ങനെ ഇതിനകത്ത് കയറി? അതൊക്കെ ഞാൻ പറയാം. എന്തൊന്ന് പറ. അതായത് ഇതിനായിരുന്നല്ലേ ചാക്കും ചോദിച്ചോണ്ട് നടന്ന മാമൻ. എന്നാ ഒന്നും പറ്റിയില്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. നിനക്ക് വെള്ളം വേണോ? ക്ഷീണമുണ്ടോ? വെള്ളം ഒന്നും വേണ്ട. അവന് ഒരു ഗ്ലാസ് ജ്യൂസും ഒരു ഗ്ലാസ് കഷായവും കിട്ടട്ടെ. ജ്യൂസും കഷായത്തിലും വിഷം ചേർത്ത് മാമൻ എന്നെ കൊല്ലാനാണ്. അയ്യോ കഷായം കുടിച്ചിട്ട് പോവും.